ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. നേരിലടിക്കും. ഇന്ന് ഞാൻ പ്രൊമോയിൽ കാണിച്ചതുപോലെ തന്നെ ചെയിൻസ് വിത്ത് പെൻഡൻറ്റിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പ്രൊമോ ഇട്ടിരുന്നു, മറ്റേ സിമ്പിൾ നെക്ലസ് കളക്ഷൻസ് വേണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ സിമ്പിൾ നെക്ലസ് കളക്ഷൻസ് വേണോ, ബ്രൈഡൽ നെക്ലസസ് വേണോ, ബ്രൈഡൽ ഹാരംസ് വേണോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊമോ ഇട്ടിരുന്നു. അപ്പോൾ കൂടുതൽ പേരും സിമ്പിൾ നെക്ലസസ് വേണമെന്ന് പറഞ്ഞിട്ടൊരു ഇത് ചെയ്തു, വോട്ട് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ നെക്ലസസിന്റെ ലൈവ് നാളെ ആയിരിക്കും ചെയ്യുന്നത്. ഗ്രാൻഡ്, അതായത് ശനിയാഴ്ച എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും വരുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അത് കാരണം അത് നാളെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നാളത്തെ ലൈവ് രാത്രി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു പ്രൊമോ ഇട്ടത്. ഇതിപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിമ്പിൾ ചെയിൻ ആൻഡ് പെൻഡൻസ് കളക്ഷൻസ്, അതായത് ഇങ്ങനത്തെ നമ്മുടെ ഇതുപോലത്തെ ചെയിനിൽ പെൻഡന്റ് വരുന്ന ടൈപ്പിലുള്ള കളക്ഷൻസ് ആയിരിക്കും കേട്ടോ. കേട്ടോ, ഒരു കൊളുത്ത് തരുമോ? ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഫ്രൈഡേലത്തെ ലൈവാണ് നമ്മളെ കാണിക്കുന്നത്. ഇത് ഇന്ന് ഫ്രൈഡേ ആണ്, ഫ്രൈഡേലത്തെ ലൈവാണ് കാണിക്കുന്നത്. ചെയിൻ വിത്ത് പെൻഡൻസ് കളക്ഷൻസ് ആണ്. ഒരു 25 എണ്ണമാണ് നമ്മൾ ലൈവിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേര് കയറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു കൊടുത്തെടുക്കാം. കിട്ടിയോ? ലിസ വിൽസൺ ഹായ്. ബിന്ദു പി നായർ ഹായ്. ലൈവിലുള്ളവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ഗീത നായർ ഹായ്. എനിക്ക് നല്ല ചുമയും ജലദോഷമൊക്കെ ഉള്ളത് കാരണം സൗണ്ടിന് നല്ല അടപ്പുണ്ട്. ഗീത നായർ ഹായ്. അപ്പോൾ ഇന്നലത്തെ നമ്മൾ ചോദിച്ച ലൈവിൻ്റെ, അതായത് ഇന്നലത്തെ ചോദിച്ച ലൈവിൻ്റെ എന്നല്ല, നമ്മൾ സിമ്പിൾ നെക്ലസസ് നാളെ ആയിരിക്കും കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ ശൈലജ. പനിയായിരുന്നു, പനിയില്ല, ജലദോഷം ചുമ ഒക്കെയാണ്, കഫക്കെട്ടും ഒക്കെ ഉണ്ട്. അതിപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെയാണ്, ഒരു വല്ലാത്തൊരു കാലാവസ്ഥയല്ലേ. രാവിലെ ചൂട്, വൈകുന്നേരം തണുപ്പ്. രാജി കൃഷ്ണമൂർത്തി ഹായ്. ഗീത നായർ ഹായ്. ലിസ വിൽസൺ ഹായ്. സുഖമാണ് പ്രിയ. ഓക്കെ, അപ്പം നമ്മൾ ചെയിൻ വിത്ത് പെൻഡന്റ് കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, DU സീരീസ് ആണ് കേട്ടോ. DU സീരീസ്, D ഫോർ ഡോഗ്, U ഫോർ പെട്ടെന്ന് ഉട്ടോപ്പിയ എന്നൊക്കെ വരുന്നു, U ഫോർ ഉമ. ഓക്കെ, സുഖമാണ് ഷീജ മോൾ. ഓക്കെ, അപ്പോൾ കുറച്ച് പേരും കൂടെ കയറിയിട്ട് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഷെയറിങ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ലൈവ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, താങ്ക് യു ഉദയദാസ്, ഇവിടെ ഈ സൈഡിൽ ഒരു ആരോ ബട്ടൺ ഉണ്ട്. ആ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ പോസ്റ്റ് വരും, നിങ്ങളുടെ പ്രൊഫൈൽ വരും. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറിയിട്ട് ഷെയർ നൗ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ഷെയർ ആവും കേട്ടോ. ഷെയർ ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, എങ്കിലും പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി പറയാണ്. സിന്ധു ഹായ്. സന്ധ്യ ബിനു ഹായ്. നിഷ ഗൗരി ശങ്കർ ഹായ്. വിന്ധ്യ ദേവരാജ് ഹായ്. അപ്പം നിങ്ങൾ പാർട്ടായിട്ടുള്ള ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ടായിട്ടുള്ള ഗ്രൂപ്പ്സ് ഒക്കെ അവിടെ വരും. അപ്പം അതിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒറ്റ ഷെയർ മതി, അതുവഴി തന്നെ കുറേ പേരോട് എത്തും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ഇടാൻ പറ്റുന്നില്ല, ഈ കൈക്ക് മുറിഞ്ഞിരിക്കുന്ന പറ്റുന്നില്ല. ആശ സന്ദീപ് ഹായ്. ലിഷ പ്രദീപ് ഹായ്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു കൊളുത്താണ് കയറ്റിയാണ്. പറ്റുമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട.
ജയശ്രീ നായർ ഹായ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. DU സീരീസ് ആണ്. ഫസ്റ്റ് സെറ്റ് DU1 ആണ്. 790 റുപ്പീസ് ഉള്ളി. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പറയുന്നു. അതും ഞാൻ പറയട്ടെ, 1500 വിത്തിൻ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് എല്ലാം. ഓക്കെ, ആകെ 2 ഉള്ളൂ 1500, ബാക്കി എല്ലാം വിത്തിൻ 1000 റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ്. എല്ലാം 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. ഓക്കെ, 1 ഗ്രാം ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് എഗെയിൻ ഞാൻ പറയുന്നു. താങ്ക് യു ഉദയദാസ്. ഉഷ ശശി, ഉഷ മാം ഹായ്, കുറെ നാളായല്ലോ കണ്ടിട്ട്. സിന്ധു നളിനൻ ഹായ്, സുഖമാണ്. കുറെ നാളായി സിന്ധു നളിനെ ഒക്കെ കണ്ടിട്ട്. നമ്മുടെ സ്ഥിരം ആൾക്കാരായിരുന്നു ലൈവിലുള്ളവരെ, ഒന്നും കുറെ നാളായി കണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ്. DU01 ആണ്. 790 റുപ്പീസ്. നോക്കിക്കേ, ഇത് ഒരു ബ്ലൂ കളറാണ്. പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും. ഒരു പർപ്പിളിഷ് ബ്ലൂ കളറിലുള്ള ജയശ്രീ നായർ, താങ്ക് യു സോ മച്ച്. ഇതെന്റെ അമ്മയുടെ സാരിയാണ്. ഇതാണ് സാരി, നല്ല ഭംഗിയുള്ള സാരിയാണ്. പോച്ചമ്പള്ളി ഇക്കത്ത് സാരിയാണ്. ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് സാരിയുടെ പല്ലു, ഭയങ്കര ഭംഗി. ഇതിന്റെ ബ്ലൗസ് പീസും ഇതാണ്. അമ്മയുടെ സാരി ആയതുകൊണ്ട് തന്നെ അമ്മ അതിന്റെ ബ്ലൗസ് പീസ് വെട്ടിയെടുത്ത് തയ്ച്ചു. ഞാൻ എൻ്റെ ഉള്ള ബ്ലൗസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് DU01. 790 റുപ്പീസ് ഉള്ളി. 790 റുപ്പീസ് ആണ് കേട്ടോ. DU01 ആണ്. പവിത്ര രഞ്ജിത്ത് ഹായ്. DU01 ആണത്. 790 റുപ്പീസ്. 790 റുപ്പീസ്. 790 DU01 ആണ്. DU01 ആണ്. 790 റുപ്പീസ്. വിൽ വാച്ച് ആഫ്റ്റർ ഐ ആം ബാക്ക് ടു റൂം ആസ് ഐ ആം ഇൻ വർക്കല. ഓക്കെ പറയാം മാം, നോ പ്രോബ്ലം. സത്യൻ ജയ ഹായ്. അപ്പോൾ ഇത് DU01 ആണ്. 790 റുപ്പീസ്. 790 കേട്ടോ. 790 രൂപ. ഇതൊരു 7 പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മാലയാണ്. ലെങ്ത് വിത്ത് പെൻഡന്റ് കേട്ടോ. ഇതാണ് അതിന്റെ ലെങ്ത് വരുന്നത്. ഇത്രയും ലെങ്ത് വരുന്നുള്ള കേട്ടോ. ഈ ഒരു ഇതിൽ നിൽക്കും, ഇവിടെ നിൽക്കും. ഓക്കെ, 790 റുപ്പീസ്. 790. പെട്ടെന്ന് പോകാം, കാരണം നമുക്ക് ഓക്കെ പെട്ടെന്ന് നമുക്ക് കാണിച്ച് പോവാം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉള്ളത് കാരണം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇട്ടോളാം, കുഴപ്പമില്ല. ഇതൊരു ഇത് കണ്ടാൽ മതി. ഒരു വട്ടക്കണ്ണി കൊടുത്തങ്ങോട്ട് തന്നാൽ മതി. നിസ ആലിഫ് ഹായ്. വട്ടക്കണ്ണി കൊടുത്ത് വേണ്ട, അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റ് അശ്വതി ശശി ഹായ്. കുറെ നാളായല്ലോ അശ്വതിനെ കണ്ടിട്ട്. ഞാൻ ഇത് ഇപ്പം അല്ല വേണ്ട, കുഴപ്പമില്ല. അടുത്ത സെറ്റ് ഇതേ നമ്മുടെ ഇതാണ്. ഒരു ഞാൻ പറയാം, ഇത് കരിമണി മാല പ്ലസ് കോറൽ പ്ലസ് ബോംബെ ചെയിൻ, ഇതിന്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മാലയാണ്. ഇതാണ് മാല. അതിന്റെ ലോക്കറ്റ് വന്നിരിക്കുന്നത് ഒരു മിനിറ്റ്. ഇതാണ് മാല. ഓക്കെ, ഇതാണ് മാല കേട്ടോ. ഇതാണ് മാല വന്നിരിക്കുന്നത്. കരിമണി മാല പ്ലസ് ബോംബെ ചെയിൻ പ്ലസ് നമ്മുടെ ഈ കോറൽ ബീഡ്സ്, ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു മാലയാണ്. ഇതിന്റെ ലോക്കറ്റ് ഞാൻ കാണിക്കാം. ലോക്കറ്റ് ഇതേ ഗുരുവായൂരപ്പൻ ലോക്കറ്റാണ്. ഇത് നമുക്ക് ഇവിടെ ഒരു വട്ടക്കണ്ണി കൊളുത്തും കൂടെ ചേർത്ത് നമുക്ക് ഇട്ട് കാണിക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഓക്കെ, ചെയിൻ ഞാൻ ഒന്നുകൂടെ ക്ലോസപ്പിൽ കാണിക്കാം. ഇങ്ങനെ ബോംബെ ചെയിൻ വരും, കരിമണി വരും, പിന്നെ ഇടയ്ക്ക് ഒരു ഗോൾഡ് ബീഡ് വരും, പിന്നെ ഇതുപോലത്തെ 2 കോറൽ ഷെയ്ഡിലുള്ള സിലിണ്ട്രിക്കൽ ബീഡ്സ് വരും. ഇങ്ങനത്തെ ഒരു ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ ഇത്. ഇങ്ങനെയാണ് ചെയിൻ വരുന്നത്. എന്നിട്ട് ആ ചെയിനിലേക്ക് യൂക്കൊളുത്തിട്ടിട്ട് നമ്മൾ ഇത് ഈ ഗുരുവായൂരപ്പന്റെ പെൻഡന്റ് ആണ് വെച്ചിരിക്കുന്നത്. DU2 ആണിത്. DU02 ആണ്. 590, ജസ്റ്റ് 2 ആയിട്ടുള്ള വീണ. DU02 രണ്ടാമത്തെ സെറ്റാണ്. ഇത് 10 പിടി മാലയാണ്. 10 പിടിയാണ് 8 പിടിയാണ് 8 പിടിയാ അല്ലേ? ഓക്കെ, 8 പിടിയാണ്. വിത്ത് ലോക്കറ്റ് വരുമ്പം ഏകദേശം ഒരു 9 പിടിയോളം വരും. ഓക്കെ, ഏകദേശം 8 പിടിയാണിത്. DU2 രണ്ടാമത്തെ കോഡാണ്. 590 റുപ്പീസ്. ഫ്രീ ഷിപ്പിംഗ് വിത്തിൻ ഇന്ത്യ ആണ്. ഇതിന്റെ ചാർജസ് എല്ലാം വിത്ത് ഷിപ്പിംഗ് ചാർജ് ആണ് ഞാൻ പറയുന്നത്. നോ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ. ഓക്കെ, അടുത്തത് വന്നിട്ട് DU3 ആണ്. 790 റുപ്പീസ്. നല്ല ഭംഗിയുള്ള ഒരു പർപ്പിളിഷ് ബ്ലൂ കളറിലുള്ള ഒരു നാഗപടത്താലിയാണ് മാല. നാഗപടത്താലിയിൽ നമ്മുടെ ഉരുണ്ട ചെയിനാണ് വന്നിരിക്കുന്നത്. ഉരുണ്ട പിടി ചെയിനാണ് വന്നിരിക്കുന്നത്. നല്ല പ്രിറ്റി സെറ്റാണ്. ഒരു മിനിറ്റ്, ഞാനിതൊന്ന് കാണിച്ചോട്ടെ. ഇതാണ് പെൻഡന്റ്. ഓക്കെ, ബ്ലാക്ക് ബുക്ക് കരിമണി മാല DU02. ഓക്കെ മാം, ഷുവർ ഉഷ മാം, താങ്ക് യു. പ്ലീസ് വാട്സ്ആപ്പ് us ഓൾസോ മാം. പ്ലീസ് വാട്സ്ആപ്പ് us ഫോർ യുവർ ഓർഡേഴ്സ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് DU02 ആണ്. DU03 ആണ്. 790 റുപ്പീസ്.
790 DU03 790 rupees 790 രൂപ. ഇതാണ് പെൻഡന്റ്. പെൻഡന്റിന്റെ ചുറ്റും പിങ്ക് സ്റ്റോൺസ് ആണ്, നടുക്കായിട്ട് പർപ്പിളിഷ് ബ്ലൂ കളറാണ്. നല്ല 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 ഭംഗിയുള്ള ഒരു ബ്ലൂ ആൻഡ് പിങ്ക് പർപ്പിൾ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ്. ഹർഷ ലക്ഷ്മൺ ഹായ്. മൂന്നാമത്തെ കോഡാണ് 790 rupees DU03. അടുത്തത് DU04 ആണ്. ഇതൊരു എന്താ പറയണ്ട, ഒരു 6 പിടി ചെയിനിൽ ഒരു പെൻഡന്റ് വന്നിരിക്കുന്നതാണ്. 6 പിടിയാണ് ചെയിനിൽ പെൻഡന്റ് വരുമ്പോൾ ഒബ്വിയസ്ലി അതൊരു 7 പിടിയോളം ലെങ്ത് കിട്ടും നിങ്ങൾക്ക്. കഴുത്തിലിടുമ്പോൾ ഇവിടെ കഴുത്തിന്റെ വട്ടത്തിൽ ഇവിടെയായിട്ട് ലോക്കറ്റ് കിടക്കും കേട്ടോ. DU04 ആണ് 690 rupees. ഇതാണ് പെൻഡന്റ്. മാങ്ങാ പൂത്താലിയാണ്. മാങ്ങയുടെ പെൻഡന്റിൽ വൈറ്റ് സ്റ്റോൺസ് മേളി വരുന്നു, നടുക്കായിട്ട് റെഡ് സ്റ്റോൺ. ഇത് സ്റ്റോൺ ആണ്. എഗെയിൻ ഞാൻ പറയുന്നു, സ്റ്റോൺ ആണ്, എനാമൽ അല്ല കേട്ടോ, ഇത് സ്റ്റോൺ ആണ്. ഇന്നത്തെ സെറ്റ് എല്ലാം വിത്തൗട്ട് ഇയറിംഗ്സ് ആണ്. അതെ നിഷ ധനേഷ്, എല്ലാം വിത്തൗട്ട് ഇയറിംഗ്സ് ആണ്. എല്ലാം 1 gram ഗോൾഡ് മൈക്രോപ്ലേറ്റഡ് ക്വാളിറ്റി കളക്ഷൻസ് ആണ്. വിത്ത് 1 year കളർ വാറന്റിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ DU04 ആണ് 690 690. ചെയിൻ ഞാൻ ഒന്ന് ക്ലോസപ്പിൽ കാണിക്കാം. പരന്ന ചെയിൻ അല്ല കേട്ടോ, പരന്ന ചെയിൻ അല്ല. ഇതൊരു ബോക്സ് പോലത്തെ ഒരു ഡിസൈൻ ആണ്. പരന്ന ചെയിൻ അല്ല, ഉരുണ്ടതും അല്ല, ബോക്സ് പോലത്തേതാണ്. നല്ല ഭംഗിയുള്ള ലോക്കറ്റ്, എല്ലാത്തിന്റെയും ലോക്കറ്റ് ഊരി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാം ലോക്കറ്റ് ഊരി എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് പെൻഡന്റ്. DU04 ആണ് 690 690 690 690 ആണ് 690. പക്ഷേ ഇതാക്കി വിടാൻ പറ്റത്തില്ല, കോഡ് വരുവാണെങ്കിൽ മതി പോകണം കേട്ടോ. 690 ആണ്. അടുത്തത് DU05. ഞാൻ ഫസ്റ്റ് കാണിച്ച നമ്മുടെ പർപ്പിൾ മാലയുടെ തന്നെ റെഡ് കോമ്പിനേഷൻ ആണ്, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. ആദ്യം കാണിച്ച പർപ്പിൾ ബ്ലൂവിന്റെ റെഡ് കളറാണ്. DU05 ആണിത് 690. അഞ്ചാമത്തെ കോഡാണ് 690. DU05 അഞ്ചാമത്തത് 690. പെൻഡന്റ് ഇതാണ്. വേറെ ആ ഒരു റെഡ് സ്റ്റോണിന്റെ മേളിൽ പിങ്ക് സ്റ്റോൺസ് ആണ്. നല്ല ഭംഗിയാണ്. ഇത് കുറച്ച് ഇങ്ങനെ കഴുത്തുവട്ടം കിടക്കുന്നത് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നല്ല സെറ്റാണ്. കുട്ടികൾക്ക്, കുഞ്ഞു പിള്ളേർക്കൊക്കെ ഈ പട്ടുപാവടയുടെ ഒക്കെ കൂട്ടത്തിലിടാനൊക്കെ നല്ല ഭംഗിയാണ്. നമുക്കും ഇടാം. ഞാനിത് പിള്ളേരുടെ ഒരു ഇറക്കം വെച്ചിട്ടാണ് ഞാൻ പിള്ളേരുടെ ഇത് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ നിൽക്കും. നല്ല ഭംഗിയുള്ള സെറ്റാണ്. ക്ലോസപ്പിൽ കാണിക്കുക. ഇതിന്റെ തന്നെ പർപ്പിൾ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് കേട്ടോ. DU05 ആണ്. അഞ്ചാമത്തെയാണ് കാണിച്ചത്. ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും. അടുത്തത് DU06 ആണ്. അമ്മമാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ പറ്റിയ ഒരു സെറ്റാണ്. കുറച്ചുകൂടെ ഹെഫ്റ്റി ആയിട്ടുള്ളവർക്കൊക്കെ പറ്റിയ സെറ്റാണ്. ഒരു 10 പിടി ചെയിനിൽ വന്നിരിക്കുന്ന ഒരു മാലയാണ്. ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5. ഓക്കെ, അപ്പൊ 10 പിടി. 5 × 2 എന്ന് പറയുമ്പോഴത്തേക്കും 10 പിടി. 10 പിടിയിൽ വരുന്ന ഒരു മാലയാണ്. ആ മാല വന്നിട്ട് ബോളും ചെയിനും എന്നൊക്കെ പണ്ടത്തെ രീതിയിൽ പറയുന്ന പോലെ ബോളും ചെയിനുമാണ്. ആ ബോൾ വന്നിട്ട് സിലിണ്ട്രിക്കൽ ബോളാണ്. കയറുപിരി ചെയിനിൽ സിലിണ്ട്രിക്കൽ ബോൾസ് വന്നിരിക്കുന്നു. റൈസ് ബോൾ പോലെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ബോൾ വന്നിരിക്കുന്നു. പെൻഡന്റിൽ വന്നിട്ട് കിങ്ങിന്റെ ഇംപ്രിന്റ് ആണ്. അപ്പൊ ഇത് നോൺ ഹിന്ദുസിനും ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. ദേവി ഇംപ്രിന്റ് ആയിട്ടുള്ള പത്താക്ക് ലോക്കറ്റ് അല്ല കേട്ടോ. ഹായ്ഡാ ആശ. DU06 ആണ് 690 rupees 690 rupees കേട്ടോ. ഇത് പുറകിൽ നമുക്ക് ഇത് ഊരിയെടുക്കാം. പക്ഷെ നമ്മൾ ഇതിന്റെ ഇത് കണ്ട് ഈ കുഴയെ കൂടെയാണ് കയറ്റിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ശ്വാസം മുട്ടുന്നു. DU06 ആണ്. ആറാമത്തെ കോഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആറാമത്തെ കോഡ് 690 690 രൂപ 690. ചുമയുള്ളത് കൊണ്ടായിരിക്കും ശ്വാസം മുട്ടുന്നു. വളയുടെ ലൈവ് എന്ന് കാണും. പറയാം സത്യഞ്ജയ, വളയുടെ ലൈവ് എന്നാണ്. ഇത് ഇത്രയാണ് കേട്ടോ ലെങ്ത്. നല്ല അമ്മമാർക്കൊക്കെ പറ്റിയ സെറ്റാണ്. ഇത് അകത്തിട്ടിട്ട് വേറെ മാലയായിട്ടും ഒക്കെ ഇടാം. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ തിരുവാതിരയൊക്കെ വരുമ്പോൾ. I have booked DU01 through WhatsApp. Kindly check later. Sure ma'am, we will check it out and we will reply to you. Once the live is over, we will reply to you. ഓക്കെ, അപ്പൊ ഇത് DU02 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. DU02 ഇത് ഞാൻ ഇട്ടിരിക്കുന്ന താലിമാലയല്ല, ഇത് ഇതാണ് പെൻഡന്റ്. പെൻഡന്റിന്റെ പുറകിലായിട്ട് മറ്റേ ഈ ഇതാണ് ഒരു സൈഡിൽ. മറ്റേ ഇത് മറ്റേ ഈ വർഗീസ് പുണ്യാളാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. ഇത് കുതിരയുടെ മേളിലുള്ളത് അല്ലേ? ഈ വർഗീസ് പുണ്യാളനല്ലേ? പേരൊന്നുമില്ല. അപ്പൊ DU06 ആണിത് 690 കേട്ടോ. 690. അടുത്തത് DU07 ആണ്. കുറെ നാളെ ലൈവ് കണ്ടിട്ട്, അതെ കുറെ നാളെ ലൈവ് കണ്ടിട്ട് എവിടെയായിരുന്നു മിനി റിജിനോൾ? നോട്ടിഫിക്കേഷൻ കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഒന്ന് വാട്സപ്പ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കിട്ടാത്തതാണെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യൂ. അടുത്ത DU07 ആണ് 690 rupees 690. ഞാൻ ആദ്യമേ കാണിച്ച പർപ്പിളിന്റെയും പിന്നെ കാണിച്ച റെഡിന്റെയും ഗ്രീൻ വേരിയേഷൻ ആണ് 690 rupees DU07. എഗെയിൻ ഇതും 6 പിടി തന്നെയാണ്. കമ്മലിന്റെ ഏകദേശം ഇവിടെ കിടക്കുന്ന ടൈപ്പിലാണ് കേട്ടോ. 7 പിടിയോ 6 പിടിയോ ആ റേഞ്ചിൽ വരും.
DU07 690 690 രൂപ 690. അടുത്തത് DU08 ആണ്. നല്ല നല്ല അത്യാവശ്യം നല്ല ഗോഡി ആയിട്ടുള്ള ഒരു നല്ല പൊലിമയുള്ള ഒരു മാലയാണ്. ഇതാണ് മാലയുടെ ഞാൻ ക്ലോസപ്പ് കാണിക്കാം. ഇതാണ് മാല. ഓക്കെ, ഈ മാലയിൽ പെൻഡന്റ് വന്നിട്ട് കുട്ടി ഗുരുവായൂരപ്പന്റെ ലോക്കറ്റാണ്. നന്ദിനി നായർ ഹായ്, ലക്ഷ്മി അനീഷ് ഹായ്. ജെൻസിനുള്ള രുദ്രാക്ഷ ചെയിൻ കിട്ടുമോ? ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രാക്ഷ ചെയിൻ വീണ ഷാജി, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രുദ്രാക്ഷ ചെയിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈവൻ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്നുള്ള രീതിയിൽ ഒരു എക്സിബിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സിബിഷൻ, ഞാൻ പറഞ്ഞ മറ്റേ എക്സിബിഷൻ അല്ല, നമ്മൾ എക്സിബിറ്റ് ചെയ്യാനുള്ള രീതിയിൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയിൽ രുദ്രാക്ഷം ഉണ്ട്. പക്ഷേ റിയൽ ആയിട്ടുള്ള രുദ്രാക്ഷ അല്ല. അപ്പം അങ്ങനത്തതല്ലാത്തത് നമ്മൾ സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ രുദ്രാക്ഷ ഇല്ല കേട്ടോ. ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള രീതിയിലുള്ള രുദ്രാക്ഷത്തിന്റെ ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നില്ല. അല്ലാത്ത രീതിയിലും അവൈലബിൾ ആണ്. അത് ഈ രുദ്രാക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് നമുക്കില്ല, നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പലതും ഉണ്ട്. ഇപ്പം രുദ്രാക്ഷം, കരിങ്ങാലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയിലായിരിക്കും ഉള്ളത്, ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ രംഗത്ത്. പക്ഷെ അത് നമ്മുടെ ഇല്ല കേട്ടോ. നിഷ ഹായ്, സതി കൃഷ്ണൻ ഹായ്, രേണു രാജീവ് ഹായ്, സുഖ കണ്ണഡാസ് ആശ. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ഗുരുവായൂരപ്പനാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് എങ്ങനെയും വേണം എന്നുള്ളതാണെങ്കിൽ ഞാൻ സോഴ്സ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ളതായിരിക്കില്ല. ഒറിജിനൽ ആയിട്ടുള്ളതും വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് വേണ്ടതെന്നുള്ളതൊന്ന് പറയൂ. പക്ഷെ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അത് ഓത്തന്റിക് ആയിട്ടുള്ള അവിടെ അത് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ വീണ. വിത്ത് സർട്ടിഫിക്കറ്റ്. രുദ്രാക്ഷത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷെ കരിങ്ങാലിയുടെ ഒക്കെ കാര്യത്തിൽ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയാണ് അത് മേടിക്കേണ്ടത്. ഈവൻ നമ്മൾ ഈ പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ മേടിക്കുന്ന പോലെ, ഈ സിട്രിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റോൺസ് ഒക്കെ മേടിക്കുന്നത് പോലെ നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റോടെ മേടിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്തത് DU8 ആണ്. 590 ഇത്. ഓക്കെ, ഇത് 8 പിടിയാണ് കേട്ടോ. ചെയിൻ 8 പിടിയാണ്. ഇത് അമ്മമാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ ഇടാൻ പറ്റുന്നതാണ്. ഒരു കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മാലയാണ്. ഗുരുവായൂരപ്പൻ ലോക്കറ്റാണ്. DU8 ആണ് കേട്ടോ. 8ാമത്തെ സെറ്റാണ്. 590. So clear Archana, this is what makes Mayura great. Thank you so much Priya, thank you so much. അടുത്തത് DU9 ആണ്. DU9 790 rupees. 790 790. നല്ല റൗണ്ട് പാലക്കയാണ്. രാജൻ ഹായ്. റൗണ്ട് പച്ച പാലക്ക പെൻഡന്റ് ആണ്. റൗണ്ട് ഗ്രീൻ ആണ് കേട്ടോ, ഡാർക്ക് ഗ്രീൻ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്കും അത് ബ്ലാക്ക് ആയിട്ട് തോന്നും. താങ്ക് യു ദീപ്തി നായർ, താങ്ക് യു സോ മച്ച്. പിങ്ക് അല്ലടാ ദീപ്തി നായർ, പിങ്ക് അല്ല. ആക്ച്വലി സ്പീക്കിംഗ് ഇത് ഒരു ഇളം പച്ചയാണ്. ചെറുപയർ പച്ച എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു പച്ചയാണ്. അതിൽ ഈ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. നല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ 1 സാരി ഇട്ടിരിക്കുന്ന കാരണം അതിൻ്റെ ഫുഡ് കാണാത്തത് കൊണ്ടാണ്. വീണ ഷാജി താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് DU9 ആണ്. 9ാമത്തതാണ്. നോർമൽ ആയിട്ടുള്ള ചെയിൻ, എസ് ചെയിൻ ആണ്. സില്ലിന്ന് തിന്നായിട്ടുള്ള എസ് ചെയിൻ ആണ്. ആ ചെയിനിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇതേ ക്ലോസപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. തിന്നായിട്ടുള്ള എസ് ചെയിൻ ആണ്. DU9 ആണ്. 9ാമത്തെ കോഡാണ്. 790 rupees. 790 9ാമത്തെ കോഡ്. 790 8 പിടിയാണ് കേട്ടോ. ചെയിൻ മാത്രമായിട്ടല്ല കേട്ടോ സെല്ല് ചെയ്യുന്നത്. ഞാൻ ചെയിൻ്റെ നീളം പറയുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലെങ്ത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. വൃന്ദാശ്യാം ഹായ്. കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണേ. അടുത്തത് നമ്മുടെ പത്താക്ക് മാലയുടെ ലോക്കറ്റ്സ് ആണ്. പത്താക്ക് മാല സെറ്റാണ്. രാശി നാസർ ഹായ്. പത്താക്ക് മാലയുടെ സെറ്റാണ്. DU10 ആണിത്. 990. DU10 ആണ്. 990. നല്ല ലോക്കറ്റ് വന്നിട്ട് ചെയിൻ വന്നിട്ട് ലോക്കറ്റ് ഇതാണ്. ഇരിക്കുന്ന ദേവി. ഇടയ്ക്ക് എപ്പോഴോ ഒരു ഡാൻസ് വീഡിയോ കണ്ടിരുന്നു ചേച്ചിയും അനിത്യയും. സൂപ്പർ, താങ്ക് യു സോ മച്ച് മിനി. അതെ, ഞാനും ചേച്ചിയും കൂടെ 2 വീഡിയോ ഇട്ടിരുന്നു. ഒരെണ്ണം ഒരു കുച്ചിപ്പുടിയുടെയും ഒരെണ്ണം മോഹിനിയാട്ടത്തിൻ്റെ. ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ്. മോഹിനിയാട്ടമായിട്ട് ആസ് സച്ച് കളിച്ചൊന്നുമില്ല. പക്ഷെ ഒരു എക്സ്പ്രഷൻ വീഡിയോ പോലെ ക്ലോസപ്പിലൊരു വീഡിയോ എടുത്തിട്ടിരുന്നു. എൻ്റെ പ്രൊഫൈലിലുണ്ട്, ഇൻസ്റ്റാ പ്രൊഫൈലിലുണ്ട്. DU10 990. DU10 ആണിത്. 10ാമത്തെ കോഡാണ്. 990. താമരയിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഒരു പെൻഡന്റ് ആണ്. അത് ഈ ഒരു ചെയിനകത്തൂടെ, ഇതൊരു കുഴയാണ്, ഇതിനകത്തൂടെ ചെയിൻ പോയിരിക്കുകയാണ് കേട്ടോ. DU10 10ാമത്തതാണ്. 990 rupees. ഇതാണ് ചെയിൻ. ഒരു ഉരുണ്ട പിടി ചെയിനാണ്. ഓക്കെ, DU10 ആണ്. 990.
താങ്ക് യു സോ മച്ച് സന്ധ്യേച്ചി. DU10 ആണ്. മീനു ഉണ്ണികൃഷ്ണൻ ഹായിടാ. ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ കമന്റ് മിസ്സായി, സോറി. DU10 ആണ് ഇത്. 990 10ാമത്തെ കോഡാണിത്. 990. ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരും. താങ്ക് യു ലിസ. അടുത്തത് DU11 ആണ്. എഗെയിൻ ഞാൻ മുന്നേ കാണിച്ച ആ ഒരു ഗുരുവായൂരപ്പൻ ലോക്കറ്റ് കാണിച്ചില്ലേ, അതിന്റെ തന്നെ ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റാണ്. ഇതൊരു മുറുക്കുമാല എന്നൊക്കെ പറയുന്ന പോലത്തെയാണ്. ഇതിന്റെ മാലയുടെ പേര് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ ഒന്ന് ക്ലോസപ്പിൽ വെക്കാം. ഒരു വെള്ളം കുടിക്കട്ടെ. ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് DU11 ആണ്. 11ാമത്തെ കോഡാണ്. 590 റുപ്പീസ്. ഇതിന്റെ ഈ ലോക്കറ്റിന്റെ ഈ ചെയിനിന്റെ പേര് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ മുറുക്കുമാല എന്നായിടുന്നത്. കാരണം നമ്മൾ ഈ മുറുക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഡിസൈൻ ഇല്ലേ, ആ ഒരു ഡിസൈനാണ് ഇതിന്. അത് കാരണം മുറുക്കുമാല എന്ന് പേരിട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ കമന്റ് ബിലോ. DU11 ആണ്. 590 590 രൂപ. 590 റുപ്പീസ് കേട്ടോ. 590 DU11. ചെയിനിന്റെ ലോക്കറ്റ് കണ്ടായിരുന്നല്ലോ, ദേവിയാണ് കേട്ടോ, ഇരിക്കുന്ന ലക്ഷ്മി ദേവി. അടുത്തത് DU12 ആണ്. DU12 990 റുപ്പീസ് അഗെയിൻ. രമ്യ ബിനു ഹായ്ഡാ. Only pendant can I get? All pendants are so beautiful. Thank you so much, Prema ma'am, but not possible ma'am. Very sorry. Only with the chain available ആയിട്ടുള്ളൂ കേട്ടോ. DU12 ആണ് ഇത് ഇപ്പൊ കാണിക്കുന്നത്. 990 റുപ്പീസ്. ധന്യ കെ സുരേഷ് ഹായ്. വത്സല സ്റ്റാൻലി താങ്ക് യു സോ മച്ച്. വൗ കളക്ഷൻ അറ്റ് വൗ പ്രൈസ്. താങ്ക് യു സോ മച്ച്. എല്ലാം 1000 വിത്തിനാണ്. അവസാനത്തെ 2 മാത്രമാണ് നമ്മൾ 1500 റുപ്പീസിന് കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം വിത്തിൻ 1000 ആണ് കേട്ടോ. DU12 ആണ്. 990 റുപ്പീസ്. ഇതും നമ്മുടെ മറ്റേ ഒരു സെറ്റ് തന്നെ. ഇച്ചിരി തിന്നായിട്ടുള്ള ചെയിൻ ഉണ്ടോ ലൈവിൽ? തിന്നായിട്ടുള്ളതില്ല. കാര്യം എന്താന്ന് വെച്ചാലേ അത്യാവശ്യം പെൻഡന്റ് ഒക്കെ കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പൊ തിന്നായിട്ടുള്ളതിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിടാത്തത്. വേണമെങ്കിൽ സാധനം മേടിച്ചിട്ട് ചെയിൻ മാറ്റിയിടാം. കാരണം എല്ലാം മാറ്റിയിടാൻ പറ്റുന്നതാണല്ലോ. പക്ഷെ തിന്നായിട്ടുള്ള ചെയിൻ ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് ഇടേണ്ടി വരും. പക്ഷെ ആസ് ഓഫ് നൗ തിന്നായിട്ടുള്ള ചെയിൻ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നോക്കട്ടെ കേട്ടോ മിനി. അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് DU12 ആണ്. 990 റുപ്പീസ്. 8 പിടിയാണ് കേട്ടോ ചെയിന്. 8 പിടി. ഞാൻ ഇതൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. ഇട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ലെങ്ത് ചിലപ്പോൾ മനസ്സിലാവും. ധന്യമോൾ ഹായ്. ഇതാണ് അതിന്റെ ലെങ്ത്. കണ്ടോ, ഒരു കാഞ്ചീപുരം സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ ഇത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വേറൊന്നും വേണ്ട. ഹായ് ഉഷ ശൈലജൻ. ഇതാണ് സെറ്റ്. DU12 ആണിത്. DU12 990 റുപ്പീസ്. 990 റുപ്പീസ് DU12. നല്ല ഭംഗിയുള്ള സെറ്റാണ്. DU12 ആണ്. 990 DU12. DU12 ആണ്. 990 റുപ്പീസ്. 990 റുപ്പീസ് കേട്ടോ ഇപ്പൊ കാണിച്ചത്. അടുത്തത് DU12 ആണ്. സോറി DU14 ആണ്. ഞാൻ ആദ്യമേ കാണിച്ച നമ്മളുടെ ആ ഒരു നാഗപടം പെൻഡന്റിന്റെ അതിന്റെ തന്നെ പാലക്ക പെൻഡന്റ് ആണ് കേട്ടോ. സോറി മാങ്ങ പാലക്ക പെൻഡന്റ് ആണിത്. അതിന്റെ ചുറ്റും പിങ്ക് സ്റ്റോൺസ് വന്നിട്ടുണ്ടത്. ഓക്കെ, പിങ്ക് സ്റ്റോൺസ് ഉള്ള നമ്മുടെ മാങ്ങ പാലക്കയുടെ പെൻഡന്റ് ആണ്. അതിന്റെ ചെയിൻ ആയിട്ട് ബോളും ചെയിനും ആണ് വന്നിരിക്കുന്നത്. ബോൾ ഇങ്ങനത്തെ ബോളാണ്. ചെയിനും വന്നിട്ടുണ്ട്. കുഞ്ഞു റൗണ്ട് ബോളാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ള സെറ്റാണ്. DU14 ആണ്. 690. 14ാമത്തെ കോഡാണ്. 690 റുപ്പീസ് ഉള്ളി. എല്ലാം 1 gram ഗോൾഡ് മൈക്രോ പ്ലേറ്റഡ് കളക്ഷൻസ് ആണ്. വിത്ത് 1 year കളർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണേലും. ഓക്കെ, അപ്പൊ ഇത് DU14 ആണ്. 14ാമത്തെ കോഡാണിത്. 690 റുപ്പീസ്. 690 രൂപ. 690. അടുത്ത സെറ്റ് DU15 ആണ്. DU15 ആണ് അടുത്ത സെറ്റ്. 990 റുപ്പീസ് ഉള്ളി. ഞാൻ മുന്നേ കാണിച്ച ആ ഒരു പെൻഡന്റിന്റെ തന്നെ വേറെ പാറ്റേൺ ആണ്. DU15 990. ഇത് ഗണപതിയുടെ പെൻഡന്റ് ആണ്. ഞാൻ ഒരെണ്ണം ദേവിയുടെ കാണിച്ചു. പിന്നെ ഞാൻ ദേവിയുടെ തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഗണപതിയാണ്. കുറച്ച് ദിവസമായി കണ്ടിട്ട്. ഷാനി പീലിയ, അതെ എന്ത് പറ്റി? ഞാൻ കഴിഞ്ഞ ആഴ്ച ലൈവ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 ലൈവും ഉണ്ടായിരുന്നു. വെള്ളി ഉണ്ടായിരുന്നു, ശനി ഉണ്ടായിരുന്നു. 14-നുള്ളിൽ കല്ല് പോയിരുന്നു. ഉണ്ട്. അതൊക്കെ കുഴപ്പമില്ല വിജയലക്ഷ്മി. ഞങ്ങള് കല്ലെല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഉള്ളൂ അയക്കത്തുള്ളൂ കേട്ടോ. DU15 ആണ്. 990 റുപ്പീസ്. 990. ഇത് ഗണപതിയുടെ പെൻഡന്റ് ആണ് കേട്ടോ. ചെയിന്റെ ഇങ്ങനത്തെ ചെയിൻ. ഓക്കെ, എല്ലാം 8 പിടിയിൽ വരുന്ന സെറ്റ്. DU15 15ാമത്തെ കോഡ്.
അടുത്തത് DU16 ആണ്. ഇതൊരു ഡിസൈനർ നാഗപട പെൻഡന്റ് ആണ്. റെഡ് കളർ നാഗപടത്തിന്റെ പെൻഡന്റ് ആണ്. DU16 ആണ് 790. റെഡ് കളർ നാഗപടം പെൻഡന്റ് ആണ്. DU16 790 റുപ്പീസ്. 790 790 രൂപ. ഇത് പെൻഡന്റ് ഇനാമൽ അല്ല, സ്റ്റോൺ ആണ് കേട്ടോ. സ്റ്റോൺ ആണ്, ഇനാമൽ അല്ല ഏട്ടാ. വേറെയാണ്. DU16 ആണ് 16. ഇല്ല രാജിയ, ശരിയാക്കിക്കോളും. ശരിയാക്കാം, നോ പ്രോബ്ലം, ശരിയാക്കാം. DU16 ആണ് 790 790 16. ഇത് റെഡ് സ്റ്റോൺസ് ആണ് കേട്ടോ. എല്ലാം സ്റ്റോൺസ് ആണ്, ഇനാമൽ പെയിന്റോ അങ്ങനെയൊന്നും അല്ല, സ്റ്റോൺസ് ആണ്. DU16 16ാമത്തെ കോഡാണ് 790 റുപ്പീസ്. അടുത്തത് DU17 ആണ്. ഇത് നമുക്കൊരു 8 കൂടെ ഉള്ളു കേട്ടോ. അടുത്തത് നല്ല നെൽമണിയുടെ മാലയുടെ, നമ്മുടെ നെൽമണി അല്ല, ഗോതമ്പ് മണി, നെൽമണി എന്ന് പറയാൻ പറ്റത്തില്ല, അരിമണിയുടെ മാലയാണ് കേട്ടോ. അമ്പിളി ഗോപിനാഥ് ഹായി. അരിമണിയുടെ ഡബിൾ ലെയർ മാലയിൽ വന്നിരിക്കുന്ന സെറ്റാണ് DU17. അതിന്റെ നടുക്ക് ദേവിയുടെ പത്താക്ക് പെൻഡന്റ് ആണ് കേട്ടോ. അതിന്റെ ആ ലോക്കറ്റിന്റെ ചെയിൻ കണ്ടോ നിങ്ങൾ? നല്ല ഭംഗിയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചെയിൻ ആണ്. എന്നിട്ട് ദേവിയുടെ പെൻഡന്റ് ആണ്, പത്താക്ക് പെൻഡന്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, DU17 ആണ്. 590 റുപ്പീസ് ഉള്ളി, 590 രൂപ. നല്ല റീസണബിൾ റേറ്റിലുള്ള സെറ്റാണേ. 590 രൂപ, 590 റുപ്പീസ്. DU17 17ാമത്തെ കോഡാണ്. 590 റുപ്പീസ്, 590 കേട്ടോ. അടുത്തത് DU18 ആണ്. 490 റുപ്പീസ് അറ്റ് മച്ച് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്. DU18 ആണ്, 490 റുപ്പീസ്. നോക്കിക്കേ, ഇത് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് ആണ്. ഗുരുവായൂരപ്പന്റെ അല്ല, മറ്റേ വെണ്ണകൃഷ്ണന്റെ ആണ്. താങ്ക് യു രാജി. നന്ദിനി നായർ, താങ്ക് യു സോ മച്ച്. ജയശ്രീ ജയൻ ഹായ്. വെണ്ണകൃഷ്ണനാണ്, വെണ്ണ കട്ടെടുക്കുന്ന കൃഷ്ണന്റെ പെൻഡന്റ് ആണ്. ഇതാണ് ചെയിനിൽ നിങ്ങൾക്ക് കാണാലോ. 18ാമത്തെ കോഡാണ്. DU18 ആണ്. 18ാമത്തെ കോഡ്. 490 റുപ്പീസ് ഉള്ളി, 490 റുപ്പീസ് ഉള്ളി. DU18 18ാമത്തെ കോഡ്. DU18. ഓക്കെ, അടുത്ത സെറ്റ് DU19 ആണ്. നല്ല വലിയ നാഗപടത്തിന്റെ പെൻഡന്റ് ആണ്. ഗ്രീൻ റെഡ് ലോക്കറ്റുമായിട്ടുള്ള നാഗപടത്തിന്റെ പെൻഡന്റ് ആണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്, അത്യാവശ്യം വലിയ ലോക്കറ്റ് ആണ്. DU19 ആണ്. 890 റുപ്പീസ്, 890 രൂപ. DU19 19ാമത്തെ കോഡാണ്. 890 റുപ്പീസ്. ചെയിനിന്റെ ക്ലോസപ്പിൽ കാണിക്കാം. ചെയിനിന്റെ ഡിസൈൻ അറിയണമെങ്കിൽ ഇത് കൈൻഡ് ഓഫ് ഒരു എസ് ചെയിൻ എന്നൊക്കെ പറയാം. ഓക്കെ, DU19 ആണ്. നല്ല പൊലിമയുള്ള എസ് ചെയിൻ ആണ്. പൊലിമ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല കട്ടിയുണ്ട്. ഓക്കെ, ഇതാണ് കട്ടിയുള്ള മാലയാണ്. DU19 ആണ്. 890 റുപ്പീസ്, 890 രൂപ. 890. DU19 19ാമത്തെ കോഡ്. അടുത്തത് DU20 ആണ്. ഇതൊരു മാറ്റ് ഫിനിഷിലുള്ള മാലയാണ്. എന്നിരുന്നാലും നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. 20ാമത്തെ കോഡാണ്. 490 ഉള്ളി. ഇതിന്റെ ക്ലോസപ്പിൽ ഞാൻ കാണിക്കാം. ഇതിലൊരു ഓം, ശംഖിന്റെ ഒരു ഓമാണ്. ഓക്കെ, ശംഖിൽ വന്നിരിക്കുന്ന ഒരു ഓം ലോക്കറ്റ് വന്നിട്ട് അതിന്റെ പെൻഡന്റിൽ കണ്ടോ, ചെയിനിൽ കണ്ടോ അതിന്റെ ഡിസൈൻ? ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ട് ഇങ്ങനെ പ്ലീസ് പുട്ട് ഇൻ നെക്ക്. ഏതാണ് അമ്പിളി ഗോപിനാഥ് നെക്കിൽ ഇടേണ്ടത് ഏതാണെന്നൊന്ന് പറയുമോ? ലെങ്ത് അറിയാനാണെങ്കിൽ ഞാൻ പറയാം. 8 പിടിയാണ്. ഏതാണെന്നുള്ളതൊന്ന് പറയണേ. എല്ലാം ഇടുന്നതിൽ പോസിബിൾ അല്ല, അതുകൊണ്ടാണ്. 8 പിടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലെങ്ത് ഇവിടം വരെ വരും. ഓക്കെ, ഏതാണ് ഇടേണ്ടതെന്നുള്ള കോഡ് പറയുകയാണെങ്കിൽ ഞാൻ ഇടാം. DU20 ആണിത്. 490 റുപ്പീസ്. ഇതൊരു മാറ്റ് ഫിനിഷിന്റെ സെറ്റ് ആണ് കേട്ടോ. മാറ്റ് ഫിനിഷിന്റെ സെറ്റ് ആണ്. DU20 ആണ്. 490 റുപ്പീസ്, 490. ഓക്കെ, അടുത്തത് DU21 ആണ്. എഗെയിൻ നമ്മുടെ നാഗപടത്തിന്റെ തന്നെ പെൻഡന്റ് ആണ്. നാഗപടത്തിന്റെ പെൻഡന്റിൽ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞതാണ്. ബോളും ചെയിനും കൂടെ വന്നിട്ട് എഗെയിൻ 8 പിടി വിത്ത് ലോക്കറ്റ് വരുന്ന സെറ്റ് ആണ്. 21ാമത്തെ കോഡാണ്. DU21 ആണ്. 690 റുപ്പീസ്. ഇനി നമുക്ക് 4 കൂടെ ഉള്ളേ. ഇത് 690 റുപ്പീസ് ആണ്. DU21 ആണ്. 690 റുപ്പീസ്. എനാമൽ അല്ല, സ്റ്റോൺ ആണ് കേട്ടോ നടുക്കുള്ളത്. 21 പ്രീവിയസ്. കോഡ് പറയോ അമ്പിളി? കാരണം ഞാനിപ്പോ പറയുമ്പോൾ മുന്നോട്ട് പോവല്ലേ. കോഡ് ഒന്ന് പറയണേ അമ്പിളി. DU21 ആണ്. 690 റുപ്പീസ്. DU21. അടുത്തത് DU22 ആണ്. എഗെയിൻ ഗുരുവായൂരപ്പൻ ലോക്കറ്റ് ആണ്. 590. ഇത് നമ്മുടെ താരമാലയുടെ ഒരു ചെയിൻ, താരമാല പോലത്തെ ഒരു ചെയിൻ ആണ്. ഓക്കെ, DU22 ആണ്. 590 റുപ്പീസ്, 590. ഇതാണ് ചെയിൻ കേട്ടോ. ചെയിൻ ഇതാണ് വന്നിരിക്കുന്നത്. DU22 ആണ്. 22ാമത്തെ കോഡാണ്. 590. ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ്. ഓക്കെ, DU22 590 റുപ്പീസ്, 590 രൂപ. DU22 22ാമത്തെ കോഡ് 590 റുപ്പീസ്. DU22.
DU19 ആണെന്ന് പറഞ്ഞു. ഓക്കെ, DU19 വെച്ച് കാണിക്കാം. ഓക്കെ, മാല തന്നെ തരുമോ? മാല തന്നെ തരത്തുള്ളൂ. അങ്ങനെയാ, ചെയിൻ മാത്രമായിട്ട് കിട്ടത്തില്ല കേട്ടോ മിനി ബാബു. വെരി സോറി. ഞാൻ മാല തന്നെ തരത്തുള്ളൂ എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. പെട്ടെന്ന് മാല എന്ന് പറയുമ്പോൾ ഞാൻ ഫുള്ള് വിത്ത് പെൻഡന്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചു. വിത്ത് പെൻഡന്റേ തരത്തുള്ളൂ, ചെയിൻ മാത്രമായിട്ട് കിട്ടത്തില്ല കേട്ടോ. വെരി സോറി. അപ്പൊ ഇത് DU22 ആണ്. ദീപ അജി ഹായ്. ഇത് 590 ആണ്. ഞാൻ ആ 19ാമത്തെ ഒന്ന് ഇട്ട് കാണിക്കാം. ഇത് ലോക്കറ്റിന്റെ അവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് പെൻഡന്റ് ഉണ്ട്, ഐ മീൻ കൊളുത്തുണ്ട്. ഇതാ ഇത്രയും ലെങ്ത് വരും കേട്ടോ. DU19 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 890 റുപ്പീസ്. 890 റുപ്പീസ് കേട്ടോ. 890 ഇത്രയും ലെങ്ത് വരുവേ. 19th വണ്ണാണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. DU19 890. ഞാൻ ഓൾറെഡി 22 വരെ കാണിച്ചിരുന്നു. ഇത് ഇടയ്ക്ക് വെച്ച് കാണിക്കാൻ പറഞ്ഞത് കൊണ്ട് ഇട്ട് കാണിച്ചതാണ്. അടുത്തത് DU23 ആണ്. എഗെയിൻ വെണ്ണ കൃഷ്ണന്റെ തന്നെയാണ്. ഇത് ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ താലിമാലയുടെ അതേ ഡിസൈനിൽ വന്നിരിക്കുന്ന മാലയാണിത്. എസ് ചെയിനും താരമാലയും കൂടെ ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു മാലയാണിത്. നോക്കിക്കോ, അതിന്റെ ഡിസൈൻ കണ്ടോ. എസ് ചെയിനും താരമാലയും കൂടെ ഫ്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്ന മാല. അതിന്റെ തന്നെ അതിന്റെ ലോക്കറ്റില് വെണ്ണക്കണ്ണൻ കരിമണി മാല ഉണ്ടോ അർച്ചന? ഇല്ല. ഇന്നത്തെ ലൈവില് കരിമണി മാല ഇല്ല. പക്ഷെ വേറെ കരിമണി അവൈലബിൾ ആണ്. മെസ്സേജ് അയച്ചാൽ മതി. അവൈലബിൾ കളക്ഷൻസ് കോഡ് തരാം കേട്ടോ. DU23 ആണ്. 490 490. DU23. അടുത്തത് DU24 ആണ്. നമ്മുടെ ഷോ സ്റ്റോപ്പർ ആണ് ഇന്നത്തെ ലൈവിലെ. 1500 റുപ്പീസ്. DU24 ആണ്. 1500. DU24. ഇത് ഞാൻ വിട്ടും കണ കാണിക്കാം. ഇതില് നടുക്ക് വന്നിരിക്കുന്നത് കൃഷ്ണനാണ് കേട്ടോ. ഇതില് കൃഷ്ണൻ അല്ല, സോറി, ദേവിയാണ്. രണ്ടും ദേവിയാണ്, കൃഷ്ണന്റെ ഇല്ല. DU24 ആണ്. 1500. നോക്കിക്കേ, ഇത് മേളിലൊരു കൊട പോലത്തെ ഡിസൈൻ. ഇതൊരു 3D ആണ്. ഇതിന്റെ നടുക്കായിട്ട് താമരയിൽ നിൽക്കുന്ന ദേവി, അതിന് ചുറ്റും പിങ്ക് സ്റ്റോൺസ്, താഴെയായിട്ട് വൈറ്റ്. ഇത്ര നല്ല പത്താക്ക് ലോക്കറ്റ് ആണ്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. DU24 ആണ്. 1500 റുപ്പീസ്. DU24. 24ാമത്തെ കോഡാണിത്. 1500 റുപ്പീസ്. 1500 രൂപ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. 8 പിടി ചെയിൻ ആണ്. ഇതിന്റെ ചെയിനകത്ത് വലിയ റെലവൻസ് ഇല്ല, എങ്കിലും ചെയിൻ ഞാൻ കാണിക്കുകയാണ്. ഇതിന്റെ പെൻഡന്റ് ആണ് ഇതിനകത്തെ പ്ലസ്. നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള മാലയാണെങ്കിലും ഇത് പെൻഡന്റ് തന്നെ നല്ല വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാലയാണല്ലോ ഊരിയെടുത്തത്. പക്ഷെ ഇതിന്റെ ഈ കുഴയക്കട ഇത് പോണം കേട്ടോ. ഇതിങ്ങനെ ഇതിനകത്തൂടെയാണ് കയറ്റി വിട്ടിരിക്കുന്നത്. ഇങ്ങനെ വരും കണ്ടോ. ഇതൊരെണ്ണം ഇട്ടാൽ മതി. നല്ല ലുക്കാണ്. ഗോൾഡ് അല്ലെന്ന് പറയത്തില്ല. ബ്രൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ രണ്ടാമത്തെ മാല, ഇടയ്ക്കത്തെ മാലയായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. 24 ആണ്. 24ാമത്തെ കോഡാണ് കേട്ടോ ഇപ്പൊ കാണിച്ചത്. 24ാമത്തെ കോഡ്. DU24 ആണ്. 1500 റുപ്പീസ്. 24. DU24 ദേ പെൻഡന്റ്. DU24 24. ഓക്കെ, അതിന്റെ തന്നെ DU25 ആണ്. 1500. വേറെ വ്യത്യാസം ഒന്നുമില്ല. ചെയിനും ഒക്കെ സെയിം ആണ്, പെൻഡന്റും സെയിം ആണ്. പക്ഷെ നടുക്കായിട്ട് ദേവി ഇരിക്കുന്ന ദേവിയാണ്, താമരയിൽ ഇരിക്കുന്ന ദേവിയാണ്. മാം, the pendant size of DU14 is big or medium? It is big, madam. Sorry, ma'am, it is big. That is why I wore it and showed you. DU25 ആണത്. ഇത് ഇരിക്കുന്ന ദേവിയാണിത്. എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൈസ് മനസ്സിലാവുന്നില്ല, ഒന്ന് പറയണേ. കാരണം നമ്മൾ അതുകൊണ്ടാണ് ലൈവ് വരുന്നത് തന്നെ. കാരണം നമ്മൾ ഫോട്ടോയിൽ കാണിക്കുമ്പോഴോ ഒരു റീൽ എടുത്ത് കാണിക്കുമ്പോഴോ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടാലും അതിന്റെ സൈസ് മനസ്സിലാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ ഇത് ഇട്ട് കാണിക്കുന്നത്. അപ്പൊ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ സൈസ് മനസ്സിലാവും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ലൈവ് കാണിക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇടുമ്പോൾ ഇത്രയും തന്നെ വലിപ്പം ഉണ്ട്. ഇതാണ് അതിന്റെ വലിപ്പം. ഓക്കെ, വലുതാണല്ലോ. നമ്മൾ നോർമലി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ കൈപ്പത്തിക്കുള്ളിൽ ഒരു ഓൾമോസ്റ്റ് കവറായിട്ട് നിൽക്കുന്ന ഒരു വലിപ്പമുണ്ട്. DU25 ആണിത്. 1500. ഇത് തന്നെയാണ് DU14. ഓക്കെ, സോറി, DU24 ആണോ മാം ഉദ്ദേശിച്ചത്? നന്ദിനി നായർ. DU14 എന്നാണ് ടൈപ്പ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. 14 വേറെയാണ് കേട്ടോ കോഡ്. DU14 ആണോ DU24 ആണോ എന്നൊന്ന് ഉറപ്പ് വരുത്തണേ. 14ന്റെ സൈസ് ഞാൻ നോക്കിയിട്ട് പറയാം. DU24 വലുതാണ്. 24ഉം 25ഉം വലുതാണ്. DU14ന്റെ സൈസ് കുഞ്ഞതാണ്.
DU14 ആണെങ്കിൽ അത് കുഞ്ഞതാണ്. DU14 ഒരു മാങ്ങാ പാലക്കയുടെ പെൻഡന്റ് ആണ്, അത് കുഞ്ഞതാണ് കേട്ടോ. താങ്ക് യു അശ്വതി. അപ്പൊ ഇത് DU25 ആണ് ഇപ്പൊ കാണിക്കുന്നത്, 1500 rupees. മായ മേനോൻ പടിയത് ഹായ്, ഇത് എന്ത് പറ്റി ഇന്ന് ലേറ്റ് ആയല്ലോ? അല്ലേ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ആയിട്ട് കമന്റ് ഇടുന്ന ആളായിരുന്നു മായ മേനോൻ പടിയത്ത്. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ 25 സെറ്റ്സ് ഇന്നത്തെ ലൈവ് കഴിഞ്ഞു. കേരള പെൻഡന്റ് ചെയിൻ കളക്ഷൻസ് തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട്, നല്ല വലിയ കളക്ഷൻസും ഉണ്ട്. ഞാൻ പ്രൊമോ ഇട്ടിരുന്നതിനകത്ത് നമ്മുടെ ഈ DU14 സൈസ് ആണോ? DU14 കുഞ്ഞതാണ് കേട്ടോ. 14 17 കൂടെ ഇട്ട് കാണിക്കുമെന്ന്. ഓക്കെ, 14 സ്മോൾ ആണ് മാം, സ്മോൾ ആണ് നന്ദിനി നായർ. 14 സ്മോൾ ആണ്. ഇതാണ് 14. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഇതൊരു മാങ്ങ പെൻഡന്റ് ആണ് കേട്ടോ. കൈയുടെ ഇവിടെ തൊലി പോയിരിക്കുന്ന കാരണം നഖത്തിന്റെ ഇടയ്ക്കോട്ട് ഒരു പാത്രം തുറന്നതാ, അപ്പൊ കൈ കുത്തിപ്പോയി. ഒന്ന് തുറന്നു തരും കേട്ടോ. കുഴപ്പമില്ല. ഈ ഇടത്ത് വശമുള്ളവരെ സമ്മതിക്കണം കേട്ടോ. ഒട്ടും വശം കിട്ടുന്നില്ല ഇടത്തതേ. തിൻ ചെയിൻ കൊണ്ടുവരാം. റിൻറ്റു വിനോദ് ഹായ്, ലളിത ഹായ്. അപ്പൊ ഇതാണ് DU14. ഇത് ഇത്രേ ഉള്ളൂ പെൻഡന്റ് സൈസ്. ഓക്കെ, ഇതാണ് DU14. ഇനി DU17 ഇട്ട് കാണിക്കാം. ഇപ്പൊ കാണിക്കാൻ പോകുന്ന DU17 ആണ്. ഇത് നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നെൽമണി അല്ല അരിമണിയുടെ മാലയുടെ ചെയിനാണ്. DU17 ആണ്. ഇത് 590 ആണ് കേട്ടോ പ്രൈസ്. ഇതാണ് DU17 കേട്ടോ. ലോക്കറ്റ് കുഞ്ഞാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മളുടെ ചെയിൻ ആൻഡ് പെൻഡന്റ് കളക്ഷൻസ് കഴിഞ്ഞു. നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തു നിന്നും. ലൈവിൽ വന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു. നാളെയും ഈ സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ ലൈവ്. നാളത്തെ ലൈവ് ആരും മിസ് ചെയ്യരുത്. ന്യൂ ലോഞ്ച് ആണ്, സിമ്പിൾ നെക്ലസസിന്റെ ന്യൂ ലോഞ്ച് ആണ്, ആരും മിസ് ചെയ്യരുത്. ഒത്തിരി കളക്ഷൻസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ ആരും മിസ് ചെയ്യരുത് കേട്ടോ. നാളത്തെ ലൈവ് സിമ്പിൾ നെക്ലസസ് ആണ് കേട്ടോ നാളെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ, നാളെ കാണാം.